രാഹുൽ ഗാന്ധിയുടെയും അമേരിക്കയുടെയും ഭാഷ ഒരുപോലെ ഇരിക്കുന്നു. പീറ്റർ നവാരോയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതായത് പീറ്റർ നവാരോ എന്ന് പറയുന്ന ട്രംപിൻ്റെ പെട്ടിതാങ്ങി അഥവാ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ, ട്രംപിനെ സുഖിപ്പിക്കാനായി ഇന്ത്യക്കെതിരെ നിരന്തരം വിഷം വമിപ്പിക്കുന്ന ഒരു വിഷജന്തു, ഇയാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ബ്രാഹ്മണന്മാരാണ് ഏറ്റവും അധികം സമ്പത്ത് കൊണ്ട് അഭിവൃദ്ധിപ്പെടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നു. ആ ഇന്ത്യൻ എണ്ണ ഏറ്റവും കൂടുതൽ ഇവിടെ അഭിവൃദ്ധിക്കായി ഉപയോഗിക്കുന്നത് ബ്രാഹ്മണന്മാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയും ഇന്ത്യൻ ബ്രാഹ്മണന്മാരും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള അന്വേഷണത്തിനിടയിലാണ് ഇവിടെ ജാതീയമായൊരു സംഘർഷം ഉണ്ടാക്കാൻ അമേരിക്ക ഇപ്പോൾ നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും പറയുന്നത്. അമേരിക്കയുടെ ഏജന്റായി നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി നിരന്തരം ബ്രാഹ്മണന്മാരെ, ദളിതന്മാരെ അടിച്ചമർത്തുന്നു, ദളിതന്മാർക്ക് ഇവിടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള പൊട്ടത്തരങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ നിരന്തരമായി ഇറക്കുന്നു. എന്തായാലും പീറ്റർ നവാരോയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വലിയ രീതിയിൽ വിമർശന വിധേയമായിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു തറക്കളിക്ക് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ മുതിരരുത് എന്നാണ് അമേരിക്കയിൽ നിന്ന് തന്നെ ഇയാൾക്ക് വന്നിരിക്കുന്ന പല അഭിപ്രായങ്ങളും. ഈ പീറ്റർ നവാരോ നേരത്തെയും ഇന്ത്യയെ വളരെ വലിയ രീതിയിൽ ഇത്തരത്തിൽ കുത്തിത്തിരിപ്പിനായിട്ടുള്ള വലിയ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. അത് ട്രംപിനെ സുഖിപ്പിക്കാനാണെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അസുഖബാധിതനായി ഇരിക്കുകയാണ്. ആ അസുഖബാധിതനായിരിക്കുന്ന ട്രംപ് എങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞാൽ ട്രംപിൻ്റെ സ്ഥാനത്തേക്ക് ഇയാൾക്ക് കയറി വരാനൊരു വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം അതിനെ ചെക്ക് വെച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് JD വാൻസ് രംഗത്തെത്തിയിരുന്നു. ഈ JD വാൻസ് പറയുന്നത് ട്രംപിന് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത പ്രസിഡന്റ് ഞാൻ തന്നെയാണ് എന്നാണ് JD വാൻസ് പറയുന്നത്. ഇതിനു മുമ്പ് ട്രംപിനെ സൂചിപ്പിക്കാനായി ഇത് മോദിയുടെ യുദ്ധമാണ്, അതായത് യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടത്തുന്നു, ഇത് യഥാർത്ഥത്തിൽ അവർ നടത്തുന്ന യുദ്ധമല്ല, ഇതിന് പിന്നിൽ ഇന്ത്യയാണ്, ഇത് മോദിയുടെ യുദ്ധമാണെന്നും നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇയാൾ വലിയൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. നേരത്തെ ഇയാൾ ഒരു ഭീഷണിയുടെ സ്വരം ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നു. അതായത് ട്രംപിനോട് കളിക്കരുത്, ട്രംപിനോട് കളിച്ചാൽ ആപ്പീസ് പൊട്ടിപ്പോകുമെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. ട്രംപിനെ സൂചിപ്പിക്കാൻ ഇറങ്ങിയ ഒരു പ്രസ്താവനയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം വന്ന് എഴുതിയത്. എന്തായാലും ഇപ്പോൾ ജാതി കാർഡുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സാധാരണ നമ്മൾ ഈ ഇന്ത്യയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പാർട്ടികൾ ജാതി കാർഡ് ഇറക്കുന്നത് കാണാറുള്ളത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഘർഷം വരുമ്പോൾ പോലീസ് കേസ് കൊടുക്കുമ്പോൾ ആ കേസിൽ തോറ്റുപോകും എന്ന് ഉറപ്പുള്ളവൻ ഉടനെ തന്നെ എൻ്റെ ജാതി ഇതാണ്, എന്നെ ജാതിയുമായി ഇവൻ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഒരു ജാമ്യമില്ലാത്ത വകുപ്പെടുത്ത് മുമ്പിലേക്ക് വയ്ക്കും. ഇതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോൾ അമേരിക്ക ഒരു രാജ്യത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.